വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെ A to Z ലാസ്റ്റ് ക്ലാസ് ആണ്. നമ്മൾ പക്ഷേ എക്സ് വരെയുള്ളതും വരച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ആകെ 2 ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, വൈയും സെഡും മാത്രം. അപ്പോൾ അതിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോയെങ്കിലും നമുക്കിന്ന് ഫുള്ളൊന്ന് റിവിഷനാണ്. അപ്പം നമുക്ക് ഇതുവരെ വരച്ച ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടിട്ടതിന് ശേഷം നമുക്ക് തുടങ്ങാവുന്നതാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ തുടങ്ങിയതാ A to H വരെ കണ്ട, ABCD EFGH കണ്ടോ. എ വെച്ചിട്ട് നല്ലൊരു ലേഡി ബഗ്, ബട്ടർഫ്ലൈ, പിന്നെ സ്നെയിലുണ്ട്, ഹണിബി ഉണ്ട്, എലിഫൻറ്റ്, ഫ്രോഗ്, ജിറാഫ്, ഹൗസ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ അതിന് ശേഷം നമ്മൾ വരച്ചത് ഐ വെച്ചിട്ട് നല്ലൊരു ലാമ്പ് വരച്ചു, അംബർല, പിന്നെ ഒരു ടോട്ടോയിസ്, പിന്നെ ലൈറ്റിൻ്റെ ലാമ്പ് വരച്ചു, പിന്നെ നല്ല മലകൾ, സൂര്യൻ ഉദിച്ച് വരുന്നൊരു മല വരച്ചു, ജഗ്, പിന്നെ ഒരു ബോള്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ബലൂണും കൂടി നമ്മൾ വരച്ചു. അതിന് ശേഷം നമ്മൾ വരച്ചത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്യാറ്റ് വരച്ചു, നമ്മൾ ക്യൂ ലെറ്റർ വെച്ചിട്ട്. പിന്നെ 6 വെച്ചിട്ട് രാമച്ചട്ടം നടന്നു പോകുന്ന വരച്ചു. പിന്നെ S വെച്ചിട്ട് എന്ത് വെച്ചു, നല്ലൊരു കുഞ്ഞ് ഡക്കിനെ വരച്ചു. പിന്നെ നമ്മളെ കോക്രോച്ച്, T വെച്ചിട്ട് നമ്മൾ കോക്രോച്ചിനെ വരച്ചതല്ലേ. U വെച്ച് നല്ലൊരു യൂണിഫോം പോലത്തെ ഡ്രസ്സ് വരച്ചു. പിന്നെ ഐസ്ക്രീം വരച്ചു. പിന്നെ ഇതാ നല്ലൊരു കപ്പൽ വരച്ചു. പിന്നെ 2 കുഞ്ഞ് പക്ഷികൾ നല്ല മരച്ചില്ലയിലിരിക്കുന്ന ചിത്രമാണ് നമ്മൾ എക്സ് വെച്ചിട്ട് വരച്ചത് അല്ലേ. അപ്പം നമ്മളിനി വരക്കാൻ ഇനി ആകെ 2 ലെറ്റർ മാത്രമേ ഉള്ളൂ, അതായത് വൈയും സെഡും. അപ്പം നമുക്ക് വൈ വെച്ചിട്ടുള്ള ചിത്രം വരച്ചാലോ. അതിനാദ്യമായിട്ട് ഇതാ ഇതുപോലെ ഇതാ V പോലെ വരക്കാം. ഇതാ എന്നിട്ട് താഴോട്ട് ഇത് ഇടാം, കണ്ട. അതിന് ശേഷം നമ്മൾ വരക്കാൻ പോകുന്നത് ഇതാ, ഇത് തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു ഗ്ലാസ് പോലെ നിങ്ങൾക്ക് തോന്നും അല്ലേ. നിങ്ങൾ ഇതുപോലെയുള്ള ഗ്ലാസ്സിൽ ജ്യൂസൊക്കെ കുടിക്കാറുണ്ടാ? അതെ, നമ്മളിന്ന് ലൈം ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണേ. അപ്പം നമ്മളിതാ അതിൻ്റെ തെറ്റത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതാ ഒരു ലൈമിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്കിവിടെ മുറിച്ച് വെക്കാം അല്ലേ. അപ്പോഴല്ലേ നമ്മളെ ജ്യൂസിനൊരു രസം ഉണ്ടാവുള്ളൂ കാണാൻ. അപ്പോൾ എങ്ങനെയുണ്ട്? നമ്മൾ നല്ലൊരു ലൈം ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നു അല്ലേ. അടിപൊളിയായിട്ട് ലൈം കുടിച്ചു. നമുക്ക് എന്ത് ചെയ്യാം, ഈ നാരങ്ങക്ക് ഇതാ ഇതുപോലൊരു കളറ് കൊടുക്കാം, ഈ സ്ട്രോയ്ക്കും കളറ് കൊടുക്കാം. പിന്നെ വെള്ളത്തിന്, ലൈമിന് പൊതുവേ ഒരു വെള്ള കളർ തന്നെയല്ലേ ഉണ്ടാവും അല്ലേ. അപ്പോൾ പിന്നെ അതിന് നമ്മൾ വലിയ കളറ് ചെയ്യണം എന്നൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ഇതിലുള്ള ഈ വെള്ള ഷെയ്ഡ് വെച്ചിട്ട് ഇങ്ങനെ ഇതാ വെറുതെ ഒരു ഈന് വേണ്ടി വരക്കാന്നേ ഉള്ളൂ. അപ്പം എങ്ങനെയുണ്ട്? നമ്മൾ നല്ല ലൈമ കുടിച്ചതല്ലേ. ഇത് നമ്മളെ ക്ലാസ് തീരുന്ന ദിവസമായതുകൊണ്ട് നമ്മൾ Z വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്, Z എന്ന് പറഞ്ഞ ലെറ്റർ തന്നെ എഴുതിയിട്ട് അത് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് എടുക്കാം. ഇതാ ഇതുപോലെ കണ്ട. അപ്പം ഇതിന് നമ്മൾ കളറ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഏറ്റവും മുകളിലുള്ള കളർ എന്താണ്? ഓറഞ്ച് കളറാണ് അല്ലേ. നിങ്ങൾക്കറിയില്ലേ, നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അന്നൊക്കെ ഓറഞ്ച് കളറല്ലേ ഉണ്ടാവാറുള്ളത്. താഴെയാണെങ്കിൽ ഇതാ ഗ്രീൻ കളറുമാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഒരു അശോക ചിത്രം, ഒരു ചക്രം വരക്കണ്ടേ. ഇതാ അശോക ചക്രമാണ് ഞാൻ വരച്ചത്, കണ്ടോ. അപ്പം എന്തായി, നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ, നമ്മളെ നാഷണൽ ഫ്ലാഗിൻ്റെയാണ് നമ്മൾ വരച്ചത്, ഇന്ത്യൻ ഫ്ലാഗിൻ്റെ. കണ്ടോ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം നമ്മളെ A to Z വരെയുള്ള ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഇനിയും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ ഇനിയിടും. നമുക്കിനി ലെറ്റേഴ്സ് വെച്ചിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ വരച്ചതിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഇടുന്നതായിരിക്കും. അതേപോലെ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സിന് ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വരക്കാം. അപ്പോൾ നിങ്ങൾ വരച്ച കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ എന്നെ അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ കാണും വരെയും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്.